ഹലോ കുട്ടീസ്, എല്ലാവർക്കും നിളവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സാമിൻ്റെ ഭാഗമായിട്ട് 5ാം ക്ലാസ്സിലെ സോഷ്യലാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഹ്യൂമൻസ് ബിഗാൻ സെറ്റിംഗ് പെർമനൻ്റ്ലി നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. കാർഷിക മേഖലകൾക്ക് സമീപം മനുഷ്യർ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വെർ ദ അഡ്വാൻറ്റേജസ് ഫോർ ഏർലി ഹ്യൂമൻസ് സെറ്റിലിംഗ് പെർമനൻ്റ്ലി ഇൻ അഗ്രികൾച്ചറൽ സൈറ്റ്. കാർഷിക മേഖലകളിൽ സ്ഥിരമായി താമസമാക്കുന്നതിൽ ആദ്യകാല മനുഷ്യർക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓർമ്മയുണ്ടോ? ക്ലാസ്സിലെടുത്തത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നോക്കാം നമുക്ക്. ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. There was no need to wander around in search of food. Availability of food items increased. Got more time to rest. അപ്പോൾ എന്തൊക്കെയാ? They could protect the agricultural site. അവർക്ക് എന്താണ്? അഗ്രികൾച്ചർ സൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി അല്ലേ? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. പിന്നെന്താ? ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. അവർക്കുള്ള ഭക്ഷണമൊക്കെ അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഒന്നും നടക്കൊന്നും വേണ്ട. പിന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയവും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? എന്താണ് ബാർട്ടർ സമ്പ്രദായം? നോക്കാം. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ദ സിസ്റ്റം ഓഫ് കോയിനേജ്, there was a practice of exchanging goods with each other. This method of exchange is known as barter system. അപ്പോൾ എന്താ ബാർട്ടർ സിസ്റ്റം? നമ്മൾ നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. കാശുണ്ടായിരുന്നില്ല അല്ലേ പണ്ടത്തെ ആൾക്കാരുടെ കയ്യിലൊന്നും. അപ്പോൾ അതിന് പകരം അവർ സാധനങ്ങൾ കൈമാറി. ഈ കൈമാറ്റ രീതിയാണ് എന്ത് പറയുന്നത്? ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ബാർട്ടർ സമ്പ്രദായം? കാശൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അവർ സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. അരി കൊടുക്കുക, അരിക്ക് പകരം നാളികേരം കൊടുക്കുക, അങ്ങനെ അവർ പരസ്പരം കൈമാറിയിട്ട് ജീവിച്ചിരുന്നു. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. അതിലെന്താ? ക്വസ്റ്റ്യൻ എന്താ? In which year did the King of Travancore issue the proclamation granting women the right to wear the upper cloth? ഏത് വർഷമാണ് തിരുവിതാംകൂർ രാജാവ് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്? ഏത് വർഷമാണ്? ടെക്സ്റ്റിലുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നമുക്ക് നോക്കാം. അപ്പോൾ വസ്ത്രധാരണത്തിലുള്ള വിവേചനങ്ങൾ ചിത്രം കണ്ടോ? ഈ ചിത്രം ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഒന്ന് നോക്കണേ. ഇമ്പോർട്ടൻ്റ് അല്ല എന്നിരുന്നാലും. ദിസ് ഈസ് എ പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ബൈ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ദ ദെൻ കിങ് ഓഫ് ട്രാവൻകൂർ ഇൻ 1859, ഗ്രാൻഡിങ് ദ റൈറ്റ് ടു വുമൺ ഓഫ് ദ സോ കോൾഡ് ലോവർ കാസ്റ്റ് ഓഫ് സൗത്തേൺ കേരള ടു വിയർ ദ അപ്പർ ക്ലോത്ത്സ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പ്രൊക്ലമേഷൻ? This proclamation reveals that the caste system existed at that time prevented certain sections of the people from wearing clothes as they wish. ഓക്കെ, തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്ക് അതിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തു. ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഏത് വർഷം? 1859. ഓക്കെ, 1859 പുറപ്പെടുവിച്ചു. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട വിളംബരം. ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടത് വസ്ത്രം ധരിക്കുകയും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ഒന്നും പാടില്ല അല്ലേ? അപ്പോൾ അത് സ്ത്രീകൾക്ക് മേൽമുണ്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല.
അവർക്ക് അതിനുള്ള അവകാശമില്ലായിരുന്നു, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക്. അപ്പോൾ അതിനെതിരെ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 ഒരു പ്രൊക്ലമേഷൻ, വിളംബരം പുറപ്പെടുവിച്ചു. ഓക്കെ, അപ്പോൾ വർഷം മറക്കരുത് എന്നാണ്. 1859 ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇത് സംബന്ധിച്ച് ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, Travancore was a princely state in British India comprising most of southern Kerala, a small part of central Kerala and Kanyakumari district, which is now part of Tamil Nadu. The Travancore state expanded during the reign of Aniram Tirunal Marthandavarma in mid-18th century. With the formation of the state of Kerala in 1956, this princely state became a part of Kerala. അടുത്ത upper cloth agitation. During the early 19th century, a certain section of the women in southern Travancore made a protest for the right to cover the upper part of their body. At that time, only women who were said to belong to upper caste had the right to wear the upper clothes as they wished. Women of the so-called lower caste did not have the right to cover the upper part of their body in front of the upper caste. This protest is known as in history as upper cloth agitation. അപ്പോൾ ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും, തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നെ മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് എന്ത്? തിരുവിതാംകൂർ. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ആനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ആനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അവരുടെ കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചു. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. ഓക്കെ, അടുത്ത മേൽമുണ്ട് സമരം. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, ഇത് 19ാം നൂറ്റാണ്ട്, തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് എന്ത്? മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് എന്ത്? മേൽമുണ്ട് സമരം. അപ്പോൾ എന്താ മേൽമുണ്ട് സമരം എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആകെ അവകാശം ആർക്കുണ്ടായിരുന്നുള്ളൂ? ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക്. അപ്പോൾ ഈ താഴ്ന്ന ജാതിയിലുള്ളവരൊക്കെ കൂടിയിട്ട് സമരം നടത്തി. ഞങ്ങൾക്കും മേൽമുണ്ട് ധരിക്കണം. ഇതാണ് മേൽമുണ്ട് സമരം. ഓക്കെ, ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ റൈറ്റ് എനി വൺ ഓഫ് ദി എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഇൻ ക്ലോത്ത് മാനുഫാക്ചറിങ് ഫീൽഡ്. നോക്കാം എന്താണ്. തുണി നിർമ്മാണ മേഖലയിൽ തൊഴിൽ മേഖലകളിൽ ഏതെങ്കിലും എഴുതുക. അപ്പോൾ ഏതൊക്കെ തൊഴിൽ മേഖലകളാണുള്ളത് നോക്കാം. എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ഇൻ ക്ലോത്ത് മാനുഫാക്ചറിങ്: വീവിങ്, കോസ്റ്റ്യൂം ഡിസൈൻ, സ്യൂവിങ്, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ഡൈയിങ്, വീവിങ്, കോസ്റ്റ്യൂം ഡിസൈൻ, സ്യൂവിങ്, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ഡൈയിങ്, സ്പിന്നിങ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും പഠിക്കണേ. ഒരു 3 ആളുണ്ടെങ്കിൽ എന്തായാലും പഠിക്കണം. നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽനൂൽപ്പ്. ഒന്നുകൂടി പറഞ്ഞേ. നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയ്ഡറി, ഡിസൈനിങ്, ചായമുക്കൽ, നൂൽനൂൽപ്പ്. ഓക്കെ, ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഗാന്ധിജി യൂസ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭത്തിൻ്റെ ആയുധമായി ഗാന്ധിജി എങ്ങനെയാണ് ചർക്കയും ഖാദി വസ്ത്രവും ഉപയോഗിച്ചത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി പ്രക്ഷോഭം നടത്തിയിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. ക്ലോത്ത് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ദ പാസ്റ്റ് ആസ് എ വെപ്പൺ അഗെയിൻസ്റ്റ് വേരിയസ് ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ.
One of the most important among them was the struggle led by Mahatma Gandhi in India's freedom movement. Gandhiji made khadi, charkha and boycott of foreign goods as a part of the freedom struggle. He encouraged khadi clothes made by spinning in the charkha. He exhorted people to wear khadi clothes. Gandhiji demanded to boycott foreign clothes by making and wearing indigenous clothes. വസ്ത്രം ഒരു സമരായുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായ വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. അപ്പം എന്താണ്, സമരായുധമായിട്ട് വസ്ത്രത്തെയും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങളുണ്ട്. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണമൊക്കെ. ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഓക്കെ. ഇന്ത്യൻ പീപ്പിൾ ബോയ്ക്കോട്ടിംഗ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്. ഗാന്ധിജി സ്പിന്നിങ് യാൺ ഓൺ ദ ചർക്ക. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഓക്കെ. ഗാന്ധിജി ടേൺഡ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു മാസ് മൂവ്മെൻറ്റ് ബൈ മേക്കിംഗ് ക്ലോത്ത്സ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. ചർക്ക ബിക്കം എ സിംബൽ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. വെയറിംഗ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ഖാദി ക്യാപ്സ് ബിക്കം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. അപ്പോൾ ചിത്രങ്ങൾ കണ്ടോ നിങ്ങൾ? ചിത്രങ്ങളിൽ ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നു. ചർക്കയിൽ നൂൽ നിൽക്കുന്ന ഗാന്ധിജി. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി. ഓക്കെ. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ, എക്സാമാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.